نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزه نکن زندگی موزه എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എന്റെ പ്രിയപ്പെട്ട 3ാം ക്ലാസ്സിലെ കുട്ടികളെ എല്ലാവരും EVS അല്ലെ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി ഇരിക്കുകയായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ ഇന്ന് മലയാളം മീഡിയം കുട്ടികൾക്കും ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന കുറച്ച് ഭാഗങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ അതായത് കുറച്ച് ഭാഗങ്ങളിൽ നിന്നൊക്കെ ചോദ്യം വരാറുണ്ട് അല്ലെ, സാധാരണ രീതിയിൽ ചോദ്യം വരാറുണ്ട്. ആ ഒരു ഭാഗങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അത് മാത്രം പഠിച്ചാൽ പോരാ, ഇത് പഠിക്കണം, ആ കൂട്ടത്തിൽ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ നിങ്ങൾ പഠിക്കണം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഓണ പരീക്ഷയുടെ ചോദ്യപേപ്പറും നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, അതിനു മുന്നേ 3ാം ക്ലാസ്സിന്റെ അറബി പരീക്ഷ നാളെ മറ്റന്നാൾ ദിവസങ്ങളിലായിട്ട് നടക്കാനുണ്ട്. അപ്പൊ 3ാം ക്ലാസ്സിന്റെ അറബി പരീക്ഷയിൽ വേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചോദ്യപേപ്പർ ഇട്ടിട്ടുണ്ട്, ഓണ പരീക്ഷയുടെ ചോദ്യപേപ്പർ ഇട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് അറബി പരീക്ഷ എല്ലാ പരീക്ഷയിലും ഫുൾ മാർക്ക് എല്ലാവരും വാങ്ങിക്കൂലേ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ നോക്കുക. മലയാളം മീഡിയം കുട്ടികളും ഇംഗ്ലീഷ് മീഡിയം കുട്ടികളും ഒരുപോലെ ശ്രദ്ധിക്കുക. ഓക്കെ, പേജ് നമ്പർ ഒക്കെ സെയിം തന്നെയായിരിക്കും, ആ കാര്യം ഒന്ന് പഠിച്ചാൽ മതി. ഓക്കെ, ഇവിടെ ഞാനിപ്പോ പറയാൻ പോകുന്നത് വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളെ പറ്റിയാണ്. പേജ് നമ്പർ 51 നോക്കുക. വെള്ളത്തിലൂടെയും രോഗം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ, വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളെ പറ്റിയിട്ട് അവിടെ ഒരു ചെറിയൊരു ഹിന്റ് തന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് നോക്കാം. അവിടെ വയറിളക്കം, വയറുകടി, മഞ്ഞപ്പിത്തം, കോളറ, ടൈഫോയിഡ്. വയറിളക്കം, വയറുകടി, മഞ്ഞപ്പിത്തം, കോളറ, ടൈഫോയിഡ്, ഈ പറഞ്ഞ രോഗങ്ങളൊക്കെ വെള്ളത്തിലൂടെയാണ് പകരുന്നത്. ഇനി ഇങ്ങനെ വെള്ളത്തിലൂടെ രോഗങ്ങൾ പകരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ മുൻകരുതലുകൾ നമ്മൾക്ക് എടുക്കാം? അവിടെ നോക്കൂ നിങ്ങൾ. കുടിക്കാൻ ശുദ്ധജലമോ തിളപ്പിച്ചാറിയ ജലമോ ഉപയോഗിക്കുക. മലിനജലം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. തുറന്നു വെച്ചതോ പഴകിയതോ ആയ പാനീയങ്ങൾ കുടിക്കരുത്. കുടിവെള്ള സ്രോതസ്സുകൾ ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, അതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത് അല്ലെ. ഓക്കെ, അത് പേജ് നമ്പർ വരുന്നത് പേജ് നമ്പർ 51, 52 പേജിലുള്ള കാര്യമാണ് പറഞ്ഞത്. ഇനി അടുത്ത നോക്കുക. പേജ് നമ്പർ 52 കാര്യം പറയാണ്, പാനീയ ചികിത്സയാണ്. ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. അവിടെ നോക്കൂ. വയറിളക്ക രോഗങ്ങൾ ഉണ്ടായാൽ നമ്മുടെ ശരീരത്തിലെ ജലാംശം വളരെയധികം നഷ്ടപ്പെടുന്നു. നഷ്ടപ്പെട്ട ജലാംശം ശരീരത്തിന് തിരിച്ചു നൽകാൻ പാനീയ ചികിത്സ നൽകണം അല്ലെ, നടത്തണം. ഉപ്പിട്ട കഞ്ഞിവെള്ളം, ഉപ്പും പഞ്ചസാരയും ചേർത്ത് നാരങ്ങ വെള്ളം, ഉപ്പിട്ട സംഭാരം, കരിക്കിൻ വെള്ളം, ഇവ എന്ത് ചെയ്യാം? ഇവയൊക്കെ നൽകിയാൽ വയറിളക്കത്തിന് അല്ലെ കുറച്ച് ശമനം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. നമ്മളെ ശരീരത്തിൽ നിർജ്ജലീകരണം സംഭവിക്കും അല്ലെ. അതിനൊക്കെ ഒരു മുൻകരുതൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. പേജ് നമ്പർ 52 ആണ്. പേജ് നമ്പർ 52 അല്ലെ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇംഗ്ലീഷ് മീഡിയം കുട്ടികളും മാർക്ക് ചെയ്യുക, മലയാളം മീഡിയം കുട്ടികളും മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് പേജ് നമ്പർ 58 കാര്യമാണ്. പേജ് നമ്പർ 58 അവിടെ നോക്കുക. അവിടെ എലി പരത്തുന്ന രോഗങ്ങളുണ്ട്, അതുപോലെ തന്നെ ഈച്ച പരത്തുന്നതുണ്ട് അല്ലെ. ഈച്ച പരത്തുന്നതുണ്ട്, കോളറയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈച്ച പരത്തുന്നത് അല്ലെ. അതുപോലെ തന്നെ എലി എന്താണ്? പ്ലാഗ്, എലിപ്പനി, പ്ലാഗ് ഒക്കെ എലി പരത്തുന്നതാണ് അല്ലെ. അതൊന്ന് മാർക്ക് ചെയ്യുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്തത് നമ്മൾ പറയുന്നത് പേജ് നമ്പർ 56 പേജാണ്. 56 പേജിൽ നമ്മളോട് പിന്നെ ചില പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ട് നമുക്ക് പറയാം, ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നുണ്ട്, അതിലൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്ത്? പോസ്റ്ററുകൾ തയ്യാറാക്കാൻ ശുചിത്വവുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പൊ ഇവിടെ എന്റെ നാട് ശുചിത്വ നാട് അല്ലെ, ഇതുപോലെ എന്താ പറയുക, നമുക്ക് പോസ്റ്റർ ഉണ്ടാക്കാം അല്ലെ. അപ്പൊ ഈ പേജ് നമ്പർ ഒന്ന് മാർക്ക് ചെയ്യാം. പേജ് നമ്പർ 56. ഇതൊക്കെ നിങ്ങൾക്ക് എടുത്തതാണല്ലോ, നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഈ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഇതൊന്ന് നന്നായിട്ടൊന്ന് പഠിക്കുക. ഇനി അടുത്ത നമ്മൾ പറയുന്നത് പേജ് നമ്പർ 27 കാര്യമാണ്. 27 ആണ്. ഇവിടെ നോക്കൂ. പേജ് നമ്പർ 27. അവിടെ ടെക്നിക് ടു കാച്ച് പ്രേ അല്ലെ. ഓരോ ജീവികൾക്കും ഓരോ ടെക്നിക്കുകൾ ഉണ്ട്. അതിന്റെ ഇരകൾ പിടിക്കാൻ വേണ്ടിയിട്ട് ഓരോ ടെക്നിക്കുകൾ ഉണ്ട് അല്ലെ. ഫ്രോഗും അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഫ്രോഗിന് ഒരു അല്ലെ ലോങ് ടങ് ആണ് ഫ്രോഗിനുള്ളത് അല്ലെ. ഒരു സ്റ്റിക്കി ലോങ് ടങ് ആണ്. അതേപോലെ തന്നെയാണ് നമ്മളെ ഓന്തിനും ഉള്ളത് അല്ലെ. ഓന്തിനും അതേപോലെ തന്നെയുള്ള ടങ് ആണുള്ളത്. അത് ഉപയോഗിച്ചാണ് ലോങ് സ്റ്റിക്കി ടങ് ഉപയോഗിച്ചാണ് അവരെന്ത് ചെയ്യുന്നത്? ഇരകൾ പിടിക്കുന്നത് അല്ലെ. ഓക്കെ, കലോട്ടസ് അല്ലെ. കലോട്ടസും അതുപോലെ തന്നെ ഫ്രോഗും. ഓന്തിന് പറയുന്നത് അല്ലെ കലോട്ടസും അതുപോലെ തന്നെ ഫ്രോഗും ആണ്. അതുപോലെ തന്നെ ഓന്തിന് കലോട്ടസിന് ഈ സറൗണ്ടിങ്ങിന്റെ അല്ലെ ആ ഒരു അല്ലെ കളർ വെച്ചിട്ട് അതിന്റെ നിറം മാറാൻ പറ്റും അല്ലെ. അതിന്റെ കളർ എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ച് ചെയ്യാൻ പറ്റും അല്ലെ. സറൗണ്ടിങ്ങിനനുസരിച്ചിട്ട് ആ കലോട്ടസിന് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പ്രത്യേകത അതിനുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ വുഡ് പീക്കർ കാര്യം പറയുന്നുണ്ട് അല്ലെ. വുഡ് പീക്കർ നോക്കുക. വുഡ് പീക്കറിനുള്ളത് എന്താണ്? സ്ട്രോങ് ബീക്ക് ആണുള്ളത്. സ്ട്രോങ് ബീക്ക് ആണ്. അതുപോലെ തന്നെ ലോങ് സ്ട്രോങ് ബീക്ക് ആണുള്ളത്. അതുകൊണ്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ അല്ലെ ഇരകളൊക്കെ പിടിച്ചത് തിന്നുന്നുണ്ട്. ഓക്കെ, ഡക്കിനാണെങ്കിൽ ഉള്ളത് അതിന്റെ ലെഗ്സ് ഉപയോഗിച്ചിട്ടാണ് അത് സ്വിം ചെയ്യുന്നത് അല്ലെ.
അല്ലെ? ഡക്ക് എന്ത് ചെയ്യുന്നു? അതിന്റെ ലെഗ്സ് ഉപയോഗിച്ചിട്ട് അത് സ്വിം ചെയ്യുന്നു അല്ലെ? അത് നോക്കുക. പേജ് നമ്പർ 27 ആണ്. 27 നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി പേജ് നമ്പർ 8 ആണ്. അവിടുന്ന് ഒക്കെയാണ് പറയുന്നത്. നിങ്ങൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പേജ് മറച്ചിട്ട് നോക്കുക. ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്യുകയും ചെയ്യുക. പേജ് നമ്പർ 8 ആണ് പറയുന്നത്. പേജ് നമ്പർ 8 ഇവിടെ നമ്മൾ ട്രീസ് പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സ്മോൾ പ്ലാന്റ്സ് പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ക്രീപ്പേഴ്സ് പഠിക്കുന്നുണ്ട് അല്ലെ? ട്രീസ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ ആയിട്ട് അവിടെ കൊടുത്തത് ജാക്ക് ഫ്രൂട്ട് ട്രീ ഉണ്ട്, മാംഗോ ട്രീ ഉണ്ട്, കോക്കനട്ട് ട്രീ ഉണ്ട് അല്ലെ? അതുപോലെ തന്നെ സ്മോൾ പ്ലാന്റ്സ് എന്ന് പറയുന്ന തുളസി, ഹിബിസ്കസ് അല്ലെ, ചെമ്പരത്തി, തുളസി. അങ്ങനെ ക്രീപ്പേഴ്സ് എന്ന് പറയുന്നത് ജാസ്മിൻ ഉണ്ട്, ബിറ്റർ, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ അല്ലെ? ഇതൊക്കെ ക്രീപ്പേഴ്സ് ആണ്. സ്മോൾ പ്ലാന്റ്സ് ഉണ്ട്, ട്രീസ് ഉണ്ട്. ഇതിന്റെ ഹെഡിങ്സ് നിർബന്ധമായിട്ട് പഠിക്കുക. ചില പരീക്ഷകളിലൊക്കെ ഹെഡിങ്സ് എഴുതിയിട്ട് അത് വേർതിരിക്കാനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ എന്ത് ചെയ്യുക? ഇതിന്റെ ഈ ഒരു കാര്യം നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ബാംബുവിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ബാംബു എന്ന് പറയുന്നത് അല്ലെ ലാർജസ്റ്റ് പ്ലാന്റ് ആണ് അല്ലെ? ഓക്കെ, ഇതൊക്കെ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, അപ്പൊ അത് അവിടെ കഴിഞ്ഞിട്ടുണ്ട് അല്ലെ? അത് കഴിഞ്ഞിട്ട് അടുത്ത പേജ് പറയുന്നത് നമ്മൾ പേജ് നമ്പർ 31 ആണ് പറയുന്നത്. ആ 31ലും അതുപോലെ തന്നെ ഓരോ ടാബിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇഴഞ്ഞു പോകുന്നത്, നടന്നു പോകുന്നത്, അതുപോലെ തന്നെ പറക്കുന്ന ജീവികൾ അല്ലെ? അപ്പോ അവിടെ കൊടുത്തതല്ലേ, ക്രോളിംഗ് ഉണ്ട്, വാക്കിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലൈയിങ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഹെഡിങ് എന്താന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അപ്പോൾ അതിൽ പോകുന്ന ജീവികളൊക്കെ ഏതൊക്കെയാന്നുള്ളത് ഒന്ന് നോക്കി വെക്കുക. പേജ് നമ്പർ 31 ആണ്. പേജ് നമ്പർ 31ലുള്ള കാര്യം നിർബന്ധമായിട്ടും എല്ലാവരും പഠിക്കുക. ഓക്കെ, അതുപോലെ തന്നെ പേജ് നമ്പർ 29 ആണ്. അപ്പോൾ അവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എസ്കേപ്സ് ആണ് പറയുന്നത് അല്ലെ? ഓരോ ടൈപ്പിൽ രക്ഷപ്പെടാൻ ഉപയോഗിക്കുന്ന ഓരോ മാർഗങ്ങളാണ് അവിടെ ഉള്ള ജീവികൾ അല്ലെ? അത് നോക്കി നിങ്ങൾ ഓരോരോ ജീവികളുണ്ട്, സ്നെയിൽ ഉണ്ട്, ലിസാർഡ് ഉണ്ട് അല്ലെ? ഓരോരോ ജീവികളുണ്ട്. ആ ജീവികൾ എങ്ങനെയൊക്കെയാണ് രക്ഷപ്പെടുന്നത് എന്നൊക്കെ അതൊക്കെ നന്നായിട്ടൊന്ന് നോക്കി വെക്കുക. അടുത്ത പേജ് നമ്പർ 26 ആണ്. പേജ് നമ്പർ 26 നമുക്ക് പറയാനുള്ളത് അവിടെ നമുക്കറിയാം വെജിറ്റബിൾ ഉണ്ട് അല്ലെ? വെജിറ്റബിൾ ഉണ്ട്, അതുപോലെ തന്നെ നോൺ വെജ് ഉണ്ട്, അതുപോലെ തന്നെ ഈ മിക്സ്ഡ് ആയിട്ടുള്ള ജീവികളുണ്ട്. അതിനൊക്കെ പറയുന്ന പേരാണ് കാർണിവോസ്, അതുപോലെ തന്നെ അല്ലെ ഒംനിവോസ്. കാർണിവോസ് എന്നൊക്കെ പറയുന്നത് അല്ലെ അതിന്റെ പേരാണ് അല്ലെ? നോക്കൂ, ഹെർബിവോസ് ഉണ്ട്, കാർണിവോസ് ഉണ്ട്, ഒംനിവോസ് ഉണ്ട് അല്ലെ? ക്രിയേച്ചേഴ്സ് ദാറ്റ് ഈറ്റ് ഓൺലി പ്ലാന്റ് ഫുഡ് ആർ ഹെർബിവോസസ് അല്ലെ? പ്ലാന്റ്സ്, അതായത് വെജിറ്റബിൾ മാത്രം കഴിക്കുന്നത് അല്ലെ? അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹെർബിവോസ് എന്ന് പറയുന്നത്. ദോസ് ദാറ്റ് ഈറ്റ് ഓൺലി അനിമൽ ഫുഡ് ആർ ദാറ്റ് കാർണിവോസസ് അല്ലെ? മാംസബുക്കുകൾക്ക് പറയുന്ന പേരാണ് കാർണിവോസസ്. ഇനി രണ്ടും കഴിക്കുന്നവർക്ക് പറയുന്ന പേരാണ് ഒംനിവോസ്. ഇത് എന്തായാലും പഠിക്കുക. അടുത്ത പേജ് നോക്കൂ, പേജ് നമ്പർ 11 ആണ്. പേജ് നമ്പർ 11ൽ ഓരോ ഫ്ലവേഴ്സുകളെ പറ്റിയാണ് പറയുന്നത്. പേജ് നമ്പർ 11ൽ ഓരോ ഫ്ലവേഴ്സുകളാണ്. അവിടെ ക്യൂൻ ഓഫ് ദ നൈറ്റ് എന്ന് പറയുന്നത് നിശാഗന്ധി അല്ലെ? നിശാഗന്ധിയെ പറ്റി ഒക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നീലക്കുറിഞ്ഞിയൊക്കെ പറയുന്നുണ്ട്. 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഏറ്റവും വലിയ റഫ്ലേഷ്യ, ഏറ്റവും വലിയ ഫ്ലവർ ആണ്. ഏകദേശം 10 കിലോ വരെ ആ ഒരു പൂവിന് കനം ഉണ്ടാവുന്നൊക്കെ നമുക്കറിയാം. അതിന്റെ ഭാരം അല്ലെ, വെയിറ്റ്, അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. പേജ് നമ്പർ പറഞ്ഞിരിക്കുന്നത് 11 ആണ്. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് പേജ് നമ്പർ 10ലെ കാര്യമാണ് പറയുന്നത്. പേജ് നമ്പർ 10 അവിടെ നോക്കൂ, പ്ലാന്റ് വിത്ത് ഫ്ലവേഴ്സ് ഓഫ് ഡിഫറെന്റ് കളേഴ്സ്, പ്ലാന്റ് വിത്ത് ഫ്ലവേഴ്സ് ഓഫ് ഓൺലി വൺ കളർ. ഒരു കളറുള്ള പ്ലാന്റും ഡിഫറെന്റ് കളറുള്ള പ്ലാന്റുകളുമാണ് അല്ലെ? ഹൈബിസ്കസ്, റോസ് ഒക്കെ ഡിഫറെന്റ് കളേഴ്സിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ജാസ്മിന്, ഈ പറയുന്ന തുമ്പപ്പൂ, ഈ പറയുന്നതൊക്കെ എന്താണ്? ഒരു കളറിൽ മാത്രമേ ഉണ്ടാവുകയും ചെയ്യൂ. നമ്മൾ പറഞ്ഞത് പേജ് നമ്പർ 10 ആണ്. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതും വരാം, ഇതിന്റെ അപ്പുറവും വരാം. ഓക്കെ, ഇത് എനിക്ക് തോന്നിയ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ള ടീച്ചേഴ്സിനോടൊക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ ചെയ്ത കാര്യമാണ്. അപ്പോൾ ഇതും വരാം, ഇതിന്റെ അപ്പുറവും നിങ്ങൾക്ക് വരാം. ഓക്കെ, റെഡി? അപ്പൊ ഇതൊക്കെ എന്തായാലും ഒന്ന് പഠിച്ചു വെക്കുക. റെഡി? അപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ 2019-20 മലയാളം മീഡിയം EVS-ന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. ഇതേ സെയിം സാധനം ഇംഗ്ലീഷിൽ ആവുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ഇത് അങ്ങോട്ട് സ്കിപ്പ് അടിച്ച് പോകുന്നു വേണ്ട. ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് വേറെ ഉണ്ട്, അത് നമുക്ക് അടുത്ത് പറയാം, ഇപ്പൊ പറയും. ഓക്കെ, റെഡി? അപ്പൊ ഇതൊന്ന് ശ്രദ്ധിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഏതെല്ലാം സസ്യങ്ങളാണ് ഉദ്യാനത്തിലുള്ളത്? ചിത്രം നോക്കി എഴുതാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ ആ ഒരു വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെ സസ്യങ്ങൾ, ഏതൊക്കെ പ്ലാന്റ്സ് അവിടെ ഉണ്ട് എന്ന് നിങ്ങൾ നോക്കുക. ആ പ്ലാന്റ്സിന്റെ പേരുകൾ താഴെ എഴുതുക. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലെ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട്. അവിടെ നോക്കൂ നിങ്ങൾ, വള്ളിച്ചെടികൾ ഉണ്ട്. അതുപോലെ തന്നെ അടുത്ത തലക്കെട്ട് എന്താ കൊടുക്കാൻ പറ്റുക?
അല്ലെ, ചെറിയ സസ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ വലിയ മരങ്ങൾ, അല്ലെ, ചെറിയ സസ്യങ്ങൾ, വലിയ മരങ്ങൾ, അതൊക്കെ നമുക്ക് തലക്കെട്ടുകൾ കൊടുത്തിട്ട് അവിടെ മാറ്റി എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. അതാണ് ബിയിൽ പറഞ്ഞത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞാലേ ഇമ്പോർട്ടന്റ് അല്ലേ, പറഞ്ഞതാണ്. ഇനി സിയിൽ നോക്കൂ, സിയിൽ ഓരോ പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. പല നിറത്തിൽ കാണപ്പെടുന്ന പൂവാണ് തുമ്പ. അല്ലല്ലോ, അല്ല. ഓക്കെ. അതുപോലെ തന്നെ മുള ഒരിക്കൽ മാത്രമേ പൂക്കുകയുള്ളൂ. അത് ശരിയല്ലേ? ഓക്കെ. അടുത്തത് രാത്രിയിൽ വിരിയുന്ന പൂക്കൾ പല നിറത്തിലുള്ളവയാണ്. രാത്രിയിൽ വിരിയുന്ന പൂക്കൾ പല നിറം ഉണ്ടാവില്ല. രാത്രിയിൽ വിരിയുന്ന പൂക്കൾക്ക് ഒരു നിറം മാത്രമേ ഉണ്ടാവൂ, അല്ലെ? വെള്ള നിറത്തിലാണ് ആ പൂക്കൾ ഉണ്ടാവുന്നത്. മുല്ലപ്പൂവ് രാത്രിയല്ലേ വിരിയുന്നത്, അല്ലെ? ഓക്കെ, റെഡി. അതുപോലെ തന്നെ നീലക്കുറിഞ്ഞി വർഷത്തിൽ 2 തവണ പൂക്കുന്നു. ഇല്ല, നീലക്കുറിഞ്ഞി ഒരിക്കലും മാത്രമേ നീലക്കുറിഞ്ഞി പൂക്കുകയുള്ളൂ, അല്ലെ? ഓക്കെ, റെഡി. അപ്പൊ അവിടെ പറഞ്ഞതിൽ ഒരു പ്രസ്താവന മാത്രമാണ് ശരിയുള്ളത്. അവിടെ ഒരു ബോർഡ് ശുചിത്വമായി ബന്ധപ്പെട്ടുള്ള എന്തുതന്നെയായാലും ശുചിത്വമായി ബന്ധപ്പെട്ടുള്ള ഒരു ബോർഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ബോർഡുകൾ, 2 ബോർഡുകൾ നമുക്ക് നിർമ്മിക്കാം. ഇത് നമ്മൾ പറഞ്ഞതാണ് നേരത്തെ, ഇമ്പോർട്ടന്റ് നമ്മൾ പറഞ്ഞല്ലേ, ശുചിത്വമായി ബന്ധപ്പെട്ട് ശുചിത്വം പാലിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 2-3 ബോർഡുകൾ നമുക്ക് നിർമ്മിക്കാം. വയറിളക്കമുള്ള ഒരാളിന് നൽകുന്ന പാനീയം ഏത്? ചായ, കൊക്കക്കോള, ഉപ്പിട്ട കഞ്ഞിവെള്ളം, സർബത്ത്. ഇതിലേതാണ്? ഉപ്പിട്ട കഞ്ഞിവെള്ളമാണ്, അല്ലെ? ഓക്കെ, റെഡി. ഇനി അവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ആ ചിത്രത്തിന്റെ സൈഡിലായിട്ട് ബന്ധപ്പെട്ട ഒരു 2-3 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ എഴുതുക. ജലത്തിലൂടെ പകരുന്ന നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഓരോരോ വയറിളക്കം, വയറുകടി എന്ന് പറഞ്ഞിട്ട് ഓരോ രോഗങ്ങൾ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനും പറഞ്ഞല്ലോ, അല്ലെ? അതെന്ത് ചെയ്യുക, അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക, അതൊന്ന് പഠിക്കുകയും ചെയ്യുക. ഓക്കെ. അടുത്ത നോക്കൂ, ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ തടയാൻ ചൂടുവെള്ളം കുടിക്കുക, അല്ലെ, ശുചിത്വം പാലിക്കുക. ഇതൊക്കെ നമ്മൾ ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള നേരത്തെ പറഞ്ഞതാണ്. അതെന്ത് ചെയ്യുക, അതും ഒന്ന് നന്നായിട്ട് നോക്കുക. ഇതൊക്കെ നോക്കണം, വെറുതെ എങ്ങനെ കേട്ട് അങ്ങോട്ട് പറഞ്ഞു പോയാൽ പോലെ നോക്കണം. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, റെഡി. അടുത്ത നോക്കൂ, ചുവടെ ചേർത്തിരിക്കുന്ന ചിത്രങ്ങൾ നോക്കുക. ഫ്ലാഗ് പരത്തുന്ന ജീവി ഏത്? ഫ്ലാഗ് പരത്തുന്നത് എലിയാണെന്ന് നമുക്കറിയാം. ഫ്ലാഗും എലിപ്പനിയും പരത്തുന്നത് എലിയാണ്, അല്ലെ? നമുക്കറിയാവുന്നതാണ്. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു ഇംഗ്ലീഷിന്റെ ചോദ്യപേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇംഗ്ലീഷിന്റെ ചോദ്യപേപ്പർ ജസ്റ്റ് ഒന്ന് ഇവിടെ നോക്കുക. അവിടെ ആക്ടിവിറ്റി 1 അവിടെ തന്നിരിക്കുന്നത് there is an environmental corner in standard 3, some card exhibited below. ഓക്കെ, അവിടെ നോക്കുക, some cards ഉണ്ട്. അതൊന്ന് ഓർഡർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡെക്ക്, അതുപോലെ തന്നെ ഫ്ലാറ്റ് ബീക്ക്, ലയൺ, ഷാർപ്പ് ടീത്ത്, വുഡ് പീക്കർ, സ്ട്രോങ് ബീക്ക്. അങ്ങനെ തന്നെയാണ് അത് വരുന്നത്. ഡെക്ക് വരുന്നത്, ഫ്ലാറ്റ് ബീക്ക് ആണ് വരുന്നത്, അല്ലെ? പരന്ന കാലുകളല്ലേ. ഓക്കെ. അതുപോലെ ലയൺ, ഷാർപ്പ് ടീത്ത് ആണ് ലയൺ വരുന്നത്. ഇനി അതുപോലെ തന്നെ വുഡ് ബീക്കർ ആയ മരംകൊത്തിക്ക് വരുന്നത് സ്ട്രോങ് ബീക്ക് ആണ്, അല്ലെ? ഹൗ ദീസ് ഫീച്ചേഴ്സ് ആർ ഹെൽപ്ഫുൾ ടു ദീസ് ക്രിയേച്ചേഴ്സ്. അപ്പോ ഇതിനൊക്കെ ഹെൽപ്ഫുൾ ആകുന്നത്, അല്ലെ? ലയൺ ആണെങ്കിൽ ലയൺ ഷാർപ്പ് ടീത്ത് കൊണ്ട് അതിന് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഇലകൾ, അല്ലെ, പ്രൈസിനെ പിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡെക്ക് ആണെങ്കിൽ അതിന് സ്വിം ചെയ്യാൻ പറ്റും. അതിന് വുഡ് ബീക്കറിനാണെങ്കിൽ മരമൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെ, കൊത്തിയെടുക്കാൻ പറ്റും. അതൊക്കെയാണ് നമുക്കറിയാം. അതൊക്കെ നന്നായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി പഠിക്കണം. റൈറ്റ് any 2 creatures that use the tongue to catch its prey. അപ്പോ അതിനെ പിടിക്കാൻ പറ്റും നമുക്കറിയാം, ഓന്തും അതുപോലെ തന്നെ തവളയുമാണ്, അല്ലെ? ഫ്രോഗും അതുപോലെ തന്നെ ഓന്തുമാണ്, നമുക്കറിയാവുന്നതാണ്. ഇനി അടുത്ത നോക്കൂ, അടുത്തത് സ്കൂളുകളിലെ പിന്നെ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ടിട്ട് 2 പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ 2 പോസ്റ്ററിന്റെ വാചകങ്ങൾ നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, റെഡി. അപ്പൊ അടുത്തൊരു ചോദ്യം വന്നിരിക്കുന്നത്, വാട്ട് ആർ ദ ഫിസിക്കൽ ഫീച്ചേഴ്സ് വിച്ച് ഇനേബിൾ ദ ടൈഗർ ടു ക്യാച്ച് ഇറ്റ്സ് പ്രേ? Write the names of any other 2 animals and their features for collecting food. ഓക്കെ. അപ്പൊ ഈ ടൈഗർ എന്ന് പറയുന്നത് കടിച്ചു കീറി ഭക്ഷണം കഴിക്കുന്നതാണ്, അല്ലെ? കടിച്ചു കീറി ഭക്ഷണം കഴിക്കുന്നത്, കൂർത്ത നഖങ്ങൾ, അല്ലെ? ഷാർപ്പ് നെയിൽസ് ആയിരിക്കും, അല്ലെ? അതുപോലെ തന്നെ ഷാർപ്പ് ടീത്തുകളായിരിക്കും. ഇതുകൊണ്ടൊക്കെയാണ് അവരെന്ത് ചെയ്യുന്നത്, ഫുഡ് കഴിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ലയൺ എഴുതാം, അതുപോലെ തന്നെ ലിയോപാർഡ്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഗണത്തിൽ പെടുത്തിയിട്ട് ഈ ഒരു ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തി നമുക്ക് അതിലേക്ക് എഴുതാൻ പറ്റുന്നതാണ്, അല്ലെ? ലയൺ എന്തുണ്ട്, കൂർത്ത നഖങ്ങളുണ്ട്, അതുപോലെ തന്നെ പിന്നെ പല്ലുകളുണ്ട് കൂർത്തത്. ലിയോപാർഡിന് റൺ ഫാസ്റ്റ് കൂടി എഴുതാൻ പറ്റും, അല്ലെ? വേഗത്തില് ലിയോപാർഡിന് ഓടാൻ പറ്റും, അല്ലെ? അതും കൂടെ അതിലേക്ക് എഴുതിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ ഫുൾ മാർക്ക് നമുക്ക് അതിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഇനി ആക്ടിവിറ്റി നമ്മൾ പറയാൻ പോകുന്നത് വിച്ച് ആർ ദ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ് യു സീ ഇൻ ദ പാർക്ക് ആണ്. നമ്മൾ നേരത്തെ മലയാളത്തിൽ പറഞ്ഞില്ലേ, മലയാളത്തിൽ പറഞ്ഞതിന്റെ അതേ ഇംഗ്ലീഷ് ചോദ്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതൊന്ന് നമ്മൾ എന്ത് ചെയ്യുക, അതൊന്ന് നമ്മൾ നന്നായിട്ട് നോക്കുന്നു, നമ്മൾ എഴുതുന്നു. ഓക്കെ, റെഡി. അപ്പൊ ഇത്രയാണ്, സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. നമ്മൾ EVS എന്ന് പറയുന്നത് നമ്മൾ ഓരോ കാര്യങ്ങൾ ബന്ധപ്പെടുത്തി അങ്ങോട്ട് പഠിച്ചാൽ മതി.
ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ അതായത് ഇതിന്റെ അർത്ഥങ്ങളൊക്കെ കിട്ടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ മലയാളം ടെക്സ്റ്റ് ബുക്ക്, അതായത് ഇംഗ്ലീഷിന്റെ അതേ സെയിം സംഭവം തന്നെയാണ് മലയാളം ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവുക. EVSന്റെ ആ മലയാളം ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സമഗ്ര ഓൺലൈൻ പോർട്ടലിൽ നിന്ന് അടിച്ചു നോക്കിയപ്പോൾ കഴിഞ്ഞാൽ മതി. സമഗ്ര അതിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ആ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മലയാളം ടെക്സ്റ്റ് ബുക്ക് 3ാം ക്ലാസ്സിലെ EVS നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. അങ്ങനെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നോക്കി പഠിക്കാമല്ലോ. ഇംഗ്ലീഷിൽ തന്നെ പഠിക്കണം, എന്നാലും മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ട് ആ മലയാളം ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, പക്ഷെ നമുക്ക് ഇങ്ങനെയുള്ള കുടുങ്ങുന്ന അവസരങ്ങളിലൊക്കെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. പറഞ്ഞ പാഠങ്ങളിലൊക്കെ പ്ലാന്റ്സിന്റെ പാഠമുണ്ട് അല്ലെ, അനിമൽസിന്റെ പാഠമുണ്ട് അല്ലെ, അതുപോലെ തന്നെ വെള്ളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാഠങ്ങളുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യും, ഇതൊക്കെ നന്നായിട്ട് നമ്മൾ പഠിക്കുക. നന്നായിട്ട് പഠിച്ച് ഇതിനൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഫുൾ മാർക്ക് എല്ലാവർക്കും സ്കോർ ചെയ്യട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, അതുപോലെ തന്നെ ആശംസിക്കുകയാണ്. എല്ലാവർക്കും കിട്ടട്ടെ. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. 3ാം ക്ലാസ്സിന്റെ അറബിന്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്, അതൊക്കെ ഒന്ന് പോയി കാണുക. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടും എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിന് ചോദ്യപേപ്പറൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇപ്രാവശ്യത്തില്. അപ്പോൾ എല്ലാവരും പോയി കണ്ട് അതൊക്കെ മറ്റുള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഒന്നങ്ങ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ചുവന്ന ബട്ടൺ ഞെക്കിയിട്ട്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ ഒന്നാക്കി ഷെയർ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, സീ യു.